Alhamdulillah. Alhamdulillahi Rabbil Alamin. Wal aqibatu lil muttaqin wala udwana illa alal zalimin. ഏറ്റവും സ്നേഹധരണീയനായ SIOവിൻ്റെ ദേശീയ കമ്മിറ്റി അംഗം വാഹിദ് ചുള്ളിപ്പാറ സാഹിബ്, SIOവിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഷിബിൻ റഹ്മാൻ സാഹിബ്, ജമാഅത്തെ ഇസ്ലാമി ജില്ലാ പ്രസിഡന്റ് TK മുഹമ്മദ് അലി സാഹിബ്, SIO ജില്ലാ സെക്രട്ടറി ഇഖ്ബാൽ, എത്തിച്ചേരാനിരിക്കുന്ന പണ്ഡിതൻ മുഫ്തി അമീൻ മാഹി, KPCC മീഡിയ പാനലിസ്റ്റ് അനൂപ് VR, അതുപോലെ തന്നെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു പരിപാടിയിൽ നമ്മോടൊപ്പം ഡോക്ടർ അല ഖത്രാവി ഗസയിൽ നിന്ന് നമ്മോടൊപ്പം ഓൺലൈനിൽ ജോയിൻ ചെയ്യും. അവർ 4 ശുഹദാക്കളുടെ മാതാവാണ്. അതുപോലെ തന്നെ ഗസയിൽ നിലവിൽ അവിടെയുള്ള അവരുടെ പുനരധിവാസത്തിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ റിലീഫിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വനിത കൂടിയാണ് അല ഖത്രാവി എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അവർ നമ്മോടൊപ്പം ഓൺലൈനിൽ ജോയിൻ ചെയ്യാം എന്നറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഈ റാലിയിൽ വളരെ ആർജവത്തോടുകൂടി വളരെ ആവേശത്തോടുകൂടി പങ്കെടുത്ത SIOവിൻ്റെയും ടീൻ ഇന്ത്യയുടെയും വിദ്യാർത്ഥികളെ, അതുപോലെ തന്നെ രക്ഷിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഇത്തരമൊരു ഫലസ്തീൻ ഐക്യദാർഢ്യ സദസ്സും അതുപോലെ തന്നെ വിദ്യാർത്ഥി മഹാറാലിയും സംഘടിപ്പിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചുവല്ലോ. നമുക്കറിയാം, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, യൂറോപ്പിലും അമേരിക്കയിലും അതുപോലെ തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള വിവിധ രാജ്യങ്ങളിൽ വിവിധ സ്വഭാവത്തിലുള്ള വലിയ വലിയ പ്രതിഷേധങ്ങൾ, അതുപോലെ തന്നെ നെതന്യാഹുവിനെതിരെ, ട്രംപിനെതിരെ, ഇസ്രായേലിനെതിരെ, അനീതിക്കെതിരെ വലിയ വലിയ മുദ്രാവാക്യങ്ങൾ തെരുവുകളിൽ മുഴക്കുമ്പോൾ, വിദ്യാർത്ഥികൾ അതിന് നേതൃത്വം നൽകുമ്പോൾ, കണ്ണൂരിലെ വിദ്യാർത്ഥികളെക്കുറിച്ച്, കണ്ണൂരിലെ നീതിക്ക് വേണ്ടി ശബ്ദിക്കുന്ന വിദ്യാർത്ഥി ചെറുപ്പത്തെക്കുറിച്ച്, അല്ലെങ്കിൽ സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷനെ കുറിച്ച്, ടീൻ ഇന്ത്യയെക്കുറിച്ച് ചരിത്രത്തിൽ അവർ മൗനികളായിരുന്നില്ല എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി കൂടിയാണ് സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഇത്തരമൊരു മാസ് റാലിയും ഫലസ്തീൻ സോളിഡാരിറ്റി ഗാദറിങ്ങും ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം അവരോട് എല്ലാ അർത്ഥത്തിലുമുള്ള ഐക്യദാർഢ്യം നമുക്ക് അർപ്പിക്കേണ്ടതുണ്ട്. അവരെ ചേർത്ത് നിർത്തുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം 3 പള്ളികൾ, മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം 3 പള്ളികൾ, ആ പള്ളികൾ നമുക്ക് പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുമെന്ന് മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ 3 പള്ളികൾ, ആ 3 പള്ളികളിൽ ഒരു പള്ളി മസ്ജിദുൽ അഖ്സ, നമ്മുടെ ആദ്യത്തെ ഖിബില, അത് സ്ഥിതി ചെയ്യുന്ന വിശുദ്ധ ഖുർആൻ തന്നെയും ആ ഒരു ഭൂമിയെക്കുറിച്ച് അല്ലദീ ബാറക്നാ ഹൗലഹു, അതിൻ്റെ ചുറ്റും അത് അനുഗ്രഹീതമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ച ആ ഒരു വിശുദ്ധ മണ്ണിനു വേണ്ടി, ഞങ്ങളുടെ ആദ്യത്തെ ഖിബിലക്ക് വേണ്ടി ഷഹീദാവുന്ന, അതുപോലെ തന്നെ അതിനു വേണ്ടി ശബ്ദിക്കുന്ന ആ ഗസയിലെ ഫിലസ്തീനിലെ ആളുകൾ നമ്മുടെ ഉത്തരവാദിത്തമാണ് യഥാർത്ഥത്തിൽ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. മസ്ജിദുൽ അഖ്സയുടെ സംരക്ഷണം എന്നുള്ളത് വിശ്വാസികളുടെ ഉത്തരവാദിത്തമാണ്. ആ വിശ്വാസികളുടെ ഉത്തരവാദിത്തമാണ് അവർ യഥാർത്ഥത്തിൽ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ഗസയിലെ ഷഹീദുകൾ, ഇവിടെ നേരത്തെ ഓതി കേൾപ്പിച്ച ആയത്തിൽ അവർ അല്ലാഹുവിങ്കൽ എന്നെന്നും ജീവിക്കുന്നവരാണ് എന്ന് സൂചിപ്പിച്ചിരുന്നു. അങ്ങനെ സൂചിപ്പിച്ചത് അവർ ആ ഒരു മസ്ജിദുൽ അഖ്സക്ക് വേണ്ടി, ആ ഒരു ബൈത്തുൽ മഖ്ദിസിന് വേണ്ടി, അതിൻ്റെ വിമോചനത്തിന് വേണ്ടി എല്ലാ അർത്ഥത്തിലുമുള്ള അർപ്പണബോധത്തോടുകൂടി അള്ളാഹുവിൻ്റെ മുന്നിൽ സ്വന്തത്തെയും അതുപോലെ തന്നെ അവരുടെ എല്ലാം അർപ്പിച്ചുകൊണ്ട് മുന്നേറുന്ന ജനങ്ങളാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടി ധാരാളമായി
പ്രാർത്ഥിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ ഇത്തരം ഐക്യദാർഢ്യ സംഗമങ്ങൾ എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത്തരം ഐക്യദാർഢ്യ സംഗമങ്ങളിൽ അവരോടുള്ള എല്ലാ അർത്ഥത്തിലുമുള്ള ഐക്യദാർഢ്യം അറിയിക്കുക. ഈ വിഷയത്തെ ലോകത്ത് ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ജനോസൈഡ്, വംശഹത്യ നടന്നുകൊണ്ടിരിക്കുന്ന, ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് കൂടിയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ആഗസ്റ്റ് മാസം എന്നുള്ളത് ഹിരോഷിമ, നാഗസാക്കി യുദ്ധത്തിനു കൂടി സാക്ഷ്യം വഹിച്ച അതിൻ്റെ നൂറ്റാണ്ടുകൾ കഴിയുന്ന ഒരു നിമിഷം കൂടി ആയിരുന്നു ഈ മാസത്തിലുണ്ടായിരുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അത് ആണവായുധം ചരിത്രത്തിൽ ഉപയോഗിച്ചതിനെതിരെയുള്ള ശബ്ദങ്ങൾ അത് വിവിധ അർത്ഥത്തിൽ ഓഗസ്റ്റ് 6-നും ഓഗസ്റ്റ് 9-നുമൊക്കെ നമുക്ക് മുഴക്കുന്നത് കാണാൻ സാധിക്കും. എന്നാൽ അത് നമ്മൾ ലൈവായി കണ്ടിരുന്ന ജനോസൈഡ് ആയിരുന്നില്ല, അല്ലെങ്കിൽ ലൈവായി കണ്ടിരുന്ന ആണവായുധത്തെ വർഷിച്ചതായിരുന്നില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ജനോസൈഡിൽ, ഈ വംശഹത്യയിൽ എനിക്കും നിങ്ങൾക്കും എന്ത് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യാൻ സാധിച്ചു എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിൽ ഓർക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് ആ ജനതയോടൊപ്പം നിൽക്കുക എന്നുള്ളത് സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ അതിൻ്റെ ചരിത്രത്തിലുടനീളം അത് നീതിക്ക് വേണ്ടി നിലകൊണ്ട വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നീതിക്ക് വേണ്ടിയുള്ള സാക്ഷ്യങ്ങൾ അത് നിയന്താവിന് വേണ്ടിയുള്ള സാക്ഷ്യങ്ങളാണ് എന്നാണ്, അള്ളാഹുവിന് വേണ്ടിയുള്ള സാക്ഷ്യങ്ങളാണ് എന്നാണ് സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ SIOവിനെ സംബന്ധിച്ചിടത്തോളം ആ ഫലസ്തീനിന് വേണ്ടി അനീതിക്കെതിരെ ശബ്ദിക്കാതെ മുന്നോട്ട് പോവുക സാധ്യമല്ല എന്ന് എല്ലാ അർത്ഥത്തിലും എല്ലാ മൊമെൻറ്റിലും SIO പ്രഖ്യാപിച്ചു കൊണ്ടേയിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ രൂപീകരണം മുതൽ തന്നെ, ഫലസ്തീൻ പ്രശ്നം തുടങ്ങിയത് മുതൽ തന്നെ അത് പ്രഖ്യാപിച്ചിരുന്നുവെന്ന് നമുക്ക് കാണാൻ സാധിക്കും. സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഇത്തരമൊരു ഐക്യദാർഢ്യ സംഗമം, അതുപോലെ തന്നെ പ്രാർത്ഥനാ സദസ്സും മഹാറാലിയും സംഘടിപ്പിക്കുമ്പോൾ അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പല അർത്ഥത്തിലുള്ള തിരക്കുകളുള്ള, പല അർത്ഥത്തിലുള്ള തിരക്കുകളുള്ള സന്ദർഭമാണ്. ആ സന്ദർഭത്തിലും എന്തിനാണ് ഇത്തരമൊരു റാലി സംഘടിപ്പിക്കുന്നത് എന്ന ചോദ്യം ഒരുപക്ഷെ ഉണ്ടാവാം. എന്നാൽ നീതിക്ക് വേണ്ടിയുള്ള സാക്ഷ്യമെന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായതുകൊണ്ടാണ് അങ്ങനെ ഒരു റാലി നമ്മൾ സംഘടിപ്പിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമുക്കറിയാം, ഇന്നും ഗസയിൽ നിന്ന് വന്ന വാർത്ത നമ്മേറെ സങ്കടപ്പെടുത്തുന്ന വാർത്തകളാണ്. അബൂ ഉബൈദ കൊല്ലപ്പെട്ടു എന്ന ഒരു വാർത്ത നമ്മൾ കേൾക്കുന്നുണ്ട്. ഹമാസ് ഇതുവരെയും അത് സ്ഥിരീകരിച്ചിട്ടില്ല. അതുപോലെ തന്നെ ദിവസവും അവരിൽ നിന്ന് ധാരാളം ആളുകൾ ഷഹീദായി കൊണ്ടേയിരിക്കുകയാണ്. അതുപോലെ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള വലിയൊരു ഇമാജിനേഷൻ നമ്മളുടെ ഒരു ഇസ്ലാമിക നാഗരികതയെക്കുറിച്ച്, സമാധാനവും നീതിയും ധർമ്മവും സത്യവും അതുപോലെ തന്നെ വ്യത്യസ്ത മൂല്യങ്ങളുള്ള ഒരു നാഗരികതയെക്കുറിച്ചുള്ള സ്വപ്നമാണ് അവരെ സംബന്ധിച്ചിടത്തോളം, ഫിലിസ്തീനിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുന്നോട്ട് പോക്ക് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ജീവിതത്തിലേക്ക് നമ്മൾ ആവാഹിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മൂല്യങ്ങളാണ് അതൊക്കെയുമെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആ സത്യവും ധർമ്മവും നീതിയും ഒക്കെ ആവാഹിച്ചുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് പോവേണ്ടതുണ്ട്. അതാണ് ഗസ നമുക്ക് നൽകുന്ന പാഠം. ആ ഒരു നാഗരികത, സത്യവും നീതിയുമൊക്കെ നിലകൊള്ളുന്ന ഒരു നാഗരികത, ഒരു ക്രമം നമ്മളെ സംബന്ധിച്ചിടത്തോളം രൂപപ്പെടുത്തേണ്ടതുണ്ട് എന്നതാണ് നമ്മുടെ ഉത്തരവാദിത്തം. അവർ നമുക്ക് നൽകുന്ന പാഠമെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അത്തരത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവരോട് ഐക്യദാർഢ്യപ്പെട്ടുകൊണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, അതുപോലെ തന്നെ ഫലസ്തീൻ അവരുടെ ജനോസൈഡിനെ, ആ വംശഹത്യയെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ പ്രൊഡക്റ്റുകളും ബഹിഷ്കരിച്ചുകൊണ്ട് അവർക്ക് വേണ്ടിയുള്ള എല്ലാ ഐക്യദാർഢ്യവും അർപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോവേണ്ടതുണ്ട്. സർവശക്തൻ നമ്മെ എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാകട്ടെ. തീർച്ചയായും സത്യം അത് പുലരുക തന്നെ ചെയ്യും. മിഥ്യ അത് തകരാനുള്ളതാണ്. ഖുദ്സ് അത് വിമോചിതമാവും ഇൻഷാ അല്ലാഹ്. ഇന്തിഫാദ ഇൻഖുലാബ്.